2003 മാസ്റ്റർ മദ്രാസിലേക്ക് മടങ്ങി. പക്ഷേ പല പല കാരണങ്ങളാൽ പലതവണ വീണ്ടും കേരളത്തിലേക്ക് വരേണ്ട പല കാര്യങ്ങളുണ്ടായി. ഒന്ന്, അദ്ദേഹത്തിൻ്റെ 75ാം പിറന്നാൾ എറണാകുളത്ത് വെച്ച് ആഘോഷിച്ചപ്പോൾ ജനിച്ച സ്ഥലമായ പരവൂർ ഫൈൻ ആർട്സ് സൊസൈറ്റി അദ്ദേഹത്തെ കൊണ്ടുവന്നിരുന്നു. അത് കഴിഞ്ഞ് പ്രതാപവർമ്മ തമ്പാൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പരവൂരിലെ DTPC മാസ്റ്റർ സ്വീകരിച്ച ഒരു ചടങ്ങുണ്ടായിരുന്നു പുറ്റിങ്ങ ക്ഷേത്രത്തിൽ വെച്ചത്. പിന്നീട് 2005 അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തായിരുന്ന പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ, അദ്ദേഹം ഒരു ഗാനരചയിതാവാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. കുറച്ച് സിനിമകളിൽ പാട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പല പല ഗ്രന്ഥകർത്താവാണ്. മലയാളത്തിലെ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനാണ്. അദ്ദേഹം പരവൂരിൽ മാസ്റ്റർ വന്നപ്പോൾ മാസ്റ്ററെ പറ്റി ഒരു 4-5 പേജുള്ള ഒരു ലഘുലേഖ തയ്യാറാക്കാനായിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പ്രിയ വ്യക്തി CK ലില്ലി ടീച്ചറും കൂടെ പരവൂരിൽ മാസ്റ്റർ താമസിക്കുന്ന അതിമനോഹരമായ കടലും കായലിൻ്റെയും ഇടയ്ക്കുള്ള ലേക്ക് സാഗർ റിസോർട്ടിൽ വന്നിരുന്നു. അങ്ങനെ മാസ്റ്ററുമായിട്ട് സംസാരിക്കുകയും 3 ദിവസം അവരവിടെ താമസിച്ചു, പ്രോഗ്രാം തീരുന്നത് വരെ. അങ്ങനെ എഴുതി വന്നപ്പോഴാണ് ഇതൊരു 10 പേജായി. 3 പേജിന് വരെ 10 പേജായി. അപ്പോഴാണ് പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ സാർ ആലോചിക്കുന്നത്, എന്തുകൊണ്ടിത് ഒരു മാസ്റ്ററിൻ്റെ വിശദമായ ജീവചരിത്രം ആയിക്കൂടെ എന്ന്. അങ്ങനെ മാസ്റ്ററോട് ഇക്കാര്യം പറഞ്ഞു. മാസ്റ്ററെ, എനിക്ക് മാസ്റ്ററിൻ്റെ ജീവചരിത്രം എഴുതാനുള്ള അവസരം തരണം. കാരണം ഈ ലഘുലേഖ എഴുതി വന്നപ്പോൾ കുറച്ച് പേജുകൾ കൂടുതലായി. അത് മാസ്റ്റർ സഹകരിച്ചാൽ കൊള്ളാം. ആദ്യമൊക്കെ മാസ്റ്റർ ചോദിച്ചു, എന്തിനാ ഗോപാലകൃഷ്ണ ജീവചരിത്രമൊക്കെ? എൻ്റെ കഥയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, അദ്ദേഹത്തിന് അതിന് വേണ്ട പ്രാധാന്യം ഉണ്ടോ? ഇല്ല മാസ്റ്ററെ, തീർച്ചയായിട്ടും ഉണ്ട്. അതൊരുപാട് കാര്യങ്ങളുണ്ട്. ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയത്. ശരി, തുടർന്നോളെന്ന് പറഞ്ഞു. അങ്ങനെ 1.5 വർഷക്കാലം ടീച്ചറും പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ സാറും മദ്രാസിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല സ്ഥലങ്ങളിൽ നടന്ന് ശരിക്കും ഒരുപാട് ബുദ്ധിമുട്ടി രേഖകൾ ശേഖരിച്ച് അദ്ദേഹം ഒരു പുസ്തകം ഇറക്കി. ആദ്യം അത് കലാകൗമുദിയിൽ അത് പ്രസിദ്ധീകരിച്ചു വന്നു. അപ്പോൾ തന്നെ നല്ല സ്വീകാര്യത അതിനുണ്ടായി. പിന്നീടാണത് പുസ്തകം രൂപത്തിലാക്കി പ്രസിദ്ധീകരിക്കുന്നത്. പ്രസിദ്ധീകരണത്തിന് മാസ്റ്റർ മദ്രാസിൽ നിന്ന് 2005 അത് തിരുവനന്തപുരത്തെ പ്രസ് ക്ലബ്ബിൽ വെച്ചായിരുന്നു പ്രകാശനം. അത് പ്രകാശനം ചെയ്യാനായിട്ട് മാസ്റ്റർ വിളിച്ചിരുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിലെ കോൺഗ്രസ്സിലെ അതിവിശുദ്ധനായ മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന VM സുധീരൻ സാറിനെയാണ് വിളിച്ചത്. തമ്പി സാറും ഉണ്ടായിരുന്നു ആ ചടങ്ങിൽ. അങ്ങനെ അപ്പോൾ മാസ്റ്റർ വന്നു. അന്ന് ഗസ്റ്റ് ഹൗസിലായിരുന്നു മാസ്റ്റർ താമസിച്ചിരുന്നത്. അപ്പോൾ രാവിലെ കാറ് വന്ന് വിളിച്ചു. അപ്പോൾ 2ാമത്തെ നിലയിലാണ് ഈ പുസ്തക പ്രകാശന ചടങ്ങ് നടത്താൻ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ മാസ്റ്റർക്ക് 92 സ്ട്രോക്ക് വന്നിരുന്നു. സ്ട്രോക്ക് വന്നതിന് ശേഷം ഒരു വശം ഭാഗികമായി ഒരു വഴക്കം നടക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ട് ചെറുതായിട്ട് അന്ന് തൊട്ടേ ഉണ്ട്. ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തെങ്കിലും അത് പൂർണ്ണമായി ശരിയായില്ല. മാസ്റ്റർ നടന്നു വരുമ്പോൾ എതിരെ ഒരു ശക്തമായ കാറ്റോ ഒരാളോ നടന്നു വരുമ്പോൾ മാസ്റ്റർക്ക് അതിനെ പ്രതിരോധിക്കാൻ സാധിച്ചിരുന്നില്ല. മാസ്റ്റർ അവിടെ ഒതുങ്ങി നിൽക്കും. അങ്ങനെയായിരുന്നു. പിന്നെ കാലക്രമേണ മാസ്റ്റർക്ക് നടക്കാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട്, പ്രായത്തിൻ്റെ ആധിക്യം കൂടെ കൊണ്ടായിരിക്കാം അത്. അങ്ങനെ ഈ സ്റ്റെപ്പ് കയറാൻ 3-4 പേരുടെ സഹായം ആവശ്യമായിട്ട് വന്നു. അപ്പോൾ അതിന് തൊട്ട് പുറകെയാണ് തമ്പി സാറും സുധീരൻ സാറും മാസ്റ്റർ അനുഗമിച്ച് മുകളിലേക്ക് കയറിപ്പോയത്. അപ്പോൾ പുസ്തക പ്രകാശന ചടങ്ങെല്ലാം കഴിഞ്ഞു. എല്ലാവരും പിരിയാൻ നേരത്ത് സുധീരൻ സാറ് ഒരു കാര്യം ചോദിച്ചു, നമുക്ക് മാസ്റ്ററിൻ്റെ ഈ വയ്യായിക ഒന്ന് മാറ്റിയെടുത്താൽ നന്നായിരിക്കും. അത് എനിക്ക് പരിചയമുള്ള സ്ഥലമുണ്ട്, അതും ഒന്ന് മാസ്റ്ററോട് പറയണം. ഞാൻ പറഞ്ഞു, പറയാം. അത് എവിടെയാണ് സാറേ? അത്
പോത്തങ്കോടുള്ള ശാന്തിഗിരി ആശ്രമമാണ്. എനിക്ക് അവിടുത്തെ ഒരനുഭവമുണ്ട്. എൻ്റെ ഒരു അസുഖം നല്ലവണ്ണം മാറ്റിത്തന്ന്. ഈ ശാരീരികമായിട്ടുള്ള അവശതകൾ ആയുർവേദ ചികിത്സ കൊണ്ട് നല്ലവണ്ണം മാറ്റിത്തരും. അതിന് ഉദാഹരണമായിട്ട് ശങ്കർ ദയാൽ ശർമ്മ, AR നാരായണൻ എന്നിവരുടെ ചികിത്സയുടെ കഥകളൊക്കെ സുധീര സാർ പറഞ്ഞു തന്നു. സുധീര സാറിന് നേരിട്ട് മാസ്റ്ററോട് പറയാനൊരു വിഷമം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഗസ്റ്റ് ഹൗസിലെത്തി വിശ്രമിക്കുമ്പോൾ ഞാനിങ്ങനെ കാര്യം പറഞ്ഞു. മാസ്റ്റർ ഇങ്ങനെ നമുക്ക് നടക്കാനുള്ള അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറാനുള്ള ബുദ്ധിമുട്ടുകൾ, മുട്ടിൻ്റെ ഒരു പിരിമുറുക്കം ഒക്കെ ഒന്ന് മാറ്റാനുള്ള നല്ലൊരു ചികിത്സ ഇവിടെ അടുത്തൊരു സ്ഥലത്തുണ്ട്. അതാര് പറഞ്ഞു നിന്നോട്? ഞാൻ പറഞ്ഞ് സുധീര സാറ് പറഞ്ഞു. സുധീര സാർ അവിടെ കിടന്ന് നല്ല സുഖമായി. കൂടാതെ ഈ ശങ്കർ ദയാൽ ശർമ്മ, AR നാരായണൻ അവരുടെ അനുഭവ കഥകളും സുധീര സാർ എന്നോട് പറഞ്ഞതായിട്ട് പറഞ്ഞു. ശരിയെങ്കിൽ സുധീരൻ ഒന്ന് ഫോൺ വിളിക്കാൻ പറഞ്ഞു. ഞാൻ സാറിനെ ഫോൺ ചെയ്തു. സാറ് വന്നു. സാറിന് വലിയ സന്തോഷമായി. മാസ്റ്റർ സമ്മതിച്ചല്ലോ. സാധാരണ അങ്ങനെ ഒന്നും സമ്മതിക്കുന്ന ആളല്ല. പ്രത്യേകിച്ച് സുധീരൻ സാറും മാസ്റ്ററുമായിട്ട് വളരെ നല്ലൊരു ബന്ധമുണ്ട്. മാസ്റ്റർ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണെങ്കിലും അദ്ദേഹത്തിന് പാർട്ടി ഭേദമന്യേ ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു. അതിൽ ഒരാളായിരുന്നു സുധീരൻ സാർ. മുഖ്യമന്ത്രി കരുണാകരനുമായിട്ടും അദ്ദേഹം നല്ല അടുപ്പമായിരുന്നു. അങ്ങനെ കോൺഗ്രസ്സിൽ CH മുഹമ്മദ് കോയ, അദ്ദേഹത്തിൻ്റെ മകൻ മുനീർ, ഇവരൊക്കെ ആയിട്ടും നല്ല ബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ സുധീരൻ സാറ് പ്രത്യേകിച്ചും, കാരണം ഈ മാസ്റ്ററിൻ്റെ പാട്ടുകളുടെയൊക്കെ ഒരു ആരാധകനായിരുന്നു സുധീരൻ സാർ. അതൊരു കലാകാരനും കൂടെ ആയിരുന്നു അദ്ദേഹം. സെക്രട്ടേറിയറ്റിൻ്റെ 100ാം വാർഷിക വേളയിൽ അദ്ദേഹം നാടകമൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് MLA ഇതിൽ ആ കാലഘട്ടത്തിലൊക്കെ. അങ്ങനെ കലയുമായിട്ട് ബന്ധമുള്ള ഒരാളായിരുന്നു. അതും മാസ്റ്റർക്ക് അറിയാം. അങ്ങനെ സുധീരൻ സാറ് വന്ന് സംസാരിക്കുകയും സുധീരൻ സാറിൻ്റെ പ്രത്യേക താല്പര്യത്തിൽ ശാന്തിഗിരിയിൽ ചികിത്സയ്ക്ക് പോകാമെന്ന് ഏറ്റു. അങ്ങനെ അടുത്ത ദിവസം പെർമിഷൻ മേടിച്ചിട്ട് വരികയും മാസ്റ്റർ ഒരു ആയുർവേദ ചികിത്സയ്ക്കായിട്ട് ശാന്തിഗിരിയിലേക്ക് മാസ്റ്ററും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ലീലാമണി അമ്മയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും ശാന്തിഗിരി ആശ്രമത്തിലേക്ക് പോകുന്നു. അപ്പോഴാണ് അറിയുന്നത് തൊട്ടടുത്ത മുറിയിൽ ONV സാറും ചികിത്സയ്ക്കായിട്ട് അവിടെ വന്നിട്ടുണ്ടെന്ന്. അരികിൽ നീ ഉണ്ടായിരുന്നു എന്ന പദമാണ് നമ്മളിവിടെ പറയേണ്ടത്. ആ പാട്ടിനെ ഓർമ്മിക്കത്ത രീതി ONV സാറും ദേവരായ മാസ്റ്ററും അടുത്തടുത്ത മുറികളിൽ ചികിത്സയ്ക്കായിട്ട് വന്നിരുന്നു. അവർ ഓരോരോ കാര്യങ്ങൾ സംസാരിക്കും. ഇടവേളകളിൽ പഴയ കഥകൾ ഓർത്ത്. ആ സമയത്ത് മനോരമയിൽ ഇവർ രണ്ടുപേരും വന്നാണ് ഒരു സപ്ലിമെൻ്റ് അവർ തയ്യാറാക്കേണ്ട അവിടെ വന്നിരുന്നു. ആ സമയത്തൊക്കെ ഞായറാഴ്ചത്തെ സപ്ലിമെൻറ്റിൽ ഇവരുടെ രണ്ടുപേരുടെ ഒരു കണ്ടുമുട്ടലിനെ പറ്റിയൊക്കെ ആദ്യ കാലഘട്ടവും ഈ കാലഘട്ടത്തെ പറ്റിയൊക്കെ ചേർത്ത് ഒരു ലേഖനം വന്നിരുന്നു. അങ്ങനെ ഒരു 10-12 ദിവസം അവിടെ കഴിഞ്ഞു. മാസ്റ്റർക്ക് നല്ല ആശ്വാസം തോന്നി. അവിടെ ജനസമ്മതൻ എന്നൊരാളായിരുന്നു. ജനസമ്മതൻ സ്വന്തം പേരല്ല, ആശ്രമത്തിൽ വന്നു ചേരുന്ന ഓരോ ആ ശിഷ്യന്മാർക്ക് ഓരോ പേരുകളാണ് ആശ്രമം നൽകിയിരുന്നത്. ചെറുപ്പക്കാരനായ ഒരു പയ്യനായിരുന്നു ജനസമ്മതനായിരുന്നു മാസ്റ്ററിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ നോക്കിയിരുന്നത്. ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അന്ന് ഞാൻ ഉള്ളപ്പോൾ അദ്ദേഹമായിരുന്നു മാസ്റ്ററിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അവിടെ നിന്നിരുന്നത്. മാസ്റ്റർ പോകാൻ 2 ദിവസമുള്ളപ്പോൾ അന്ന് അവിടുത്തെ പ്രധാന ഒരു വനിതയായിരുന്നു യോഗിനി. അവർ മാസ്റ്ററെ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു, മാസ്റ്റർ ഇവിടെ ഗോശാലയുണ്ട്, ഒന്ന് സന്ദർശിക്കണം. സന്ദർശിച്ചപ്പോൾ പറഞ്ഞു, ഒരു പശു ഗർഭിണിയായിട്ട് നിൽക്കുകയാണ്, അത് പ്രസവിക്കുന്ന കുട്ടിക്ക് മാസ്റ്റർ ഒരു പേരിട്ടാൽ നന്നായിരുന്നു. മാസ്റ്റർ ചിരിച്ചു. ഞാൻ എന്തിനു പേരിടണം? ഇല്ല, ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ അവരെ കൊണ്ട് ഒരു പേര് ഞങ്ങൾ ഇടിക്കാറുണ്ട്, ഞങ്ങളുടെ ഒരു സന്തോഷം. മാസ്റ്ററിന് താല്പര്യമാണെങ്കിൽ മാസ്റ്റർ അതിനെന്താ. പക്ഷേ ഈ കുട്ടി എന്താണെന്ന് എനിക്കറിയത്തില്ല, ആണാണ് പെണ്ണാണ്. മാസ്റ്റർ പൊതുവേ നർമ്മം സംഭാഷണത്തിൽ കലർത്തുന്ന ആളും നല്ല നർമ്മം പറയുന്ന ആളുമാണ്. പൊതുവേ ഗൗരവക്കാരനെന്ന് നമ്മൾ തോന്നിക്കുന്നെങ്കിലും നല്ല നർമ്മം പറയും. അങ്ങനെ അപ്പം പറഞ്ഞു, ഏതായാലും ഒരു പൊതുനാമം ഞാൻ പറഞ്ഞു, മണി. അപ്പം ആണിനും പെണ്ണിനും ഇടാമല്ലോ. ഇനി അഥവാ പെണ്ണാണെങ്കിൽ എൻ്റെ ഭാര്യയുടെ പേരുണ്ട് ലീലാമണി, അതും കിട്ടോ എന്ന് പറഞ്ഞ്. അപ്പം മാസ്റ്റർ അടുത്ത അമ്മയും ചിരിച്ചു. അപ്പം ഏതായാലും അവരത് അംഗീകരിച്ചു. അങ്ങനെ മാസ്റ്റർ
മദ്രാസിലേക്ക് മടങ്ങിപ്പോയി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മാസ്റ്ററിൻ്റെ ലാൻഡ് ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. "സാറേ, അന്ന് പറഞ്ഞു പോയ പശു പ്രസവിച്ചു, പെൺകുട്ടിയാണ്. മാസ്റ്ററിൻ്റെ പത്നിയുടെ പേര് മാസ്റ്റർ പറഞ്ഞ പേരുമായ ലീലാമണി എന്ന പേര് ഞങ്ങൾക്ക് ആ പശുക്കിടാവിനിട്ടു" എന്ന്. മാസ്റ്റർ ചിരിച്ചു. "എടീ, നിൻ്റെ പേര് ശാന്തിഗിരിയിലെ പശുവിൻ്റെ കുട്ടിക്ക് ഇട്ടിട്ടുണ്ടെന്ന്" പറഞ്ഞു. മാസ്റ്റർ വിചാരിച്ചു, എടാ ഇത് എന്നെ ശാന്തിഗിരിക്ക് കൊണ്ടാക്കിയ ആളറിയണ്ടേ? ശരിയാണ്, സുധീരൻ സാറിനെ വിളിച്ചറിയിക്കണം. അപ്പോൾ മാസ്റ്റർ തിരുവനന്തപുരത്തേക്ക് ഫോൺ ചെയ്തു സുധീരൻ സാറിനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞ ഒരു കാര്യം, ശാന്തിഗിരി ആശ്രമത്തിലെ പുതിയ പശുക്കുട്ടിക്ക് എൻ്റെ ഭാര്യയുടെ പേരാ. സുധീരൻ സാർ അത്ഭുതപ്പെട്ടു. ലീലാമണി ചേച്ചിയുടെ പേരോ? അതെന്താണ്? അപ്പോൾ മാസ്റ്റർ വിശദമായി കാര്യം പറഞ്ഞു. ഞാനിങ്ങോട്ട് വരുമ്പോൾ അവിടുത്തെ പശു ഗർഭിണിയായിരുന്നു. ഞാൻ പെണ്ണാണെങ്കിൽ ലീലാമണി എന്നിടാൻ പറഞ്ഞു. അവർ പ്രസവിച്ച് വിവരം വിളിച്ചവനും പെൺകുട്ടിയാണെന്നും ലീലാമണി എന്ന പേരിട്ടെന്നും പറഞ്ഞു. അതേതായാലും സുധീരനെ അറിയിക്കേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്വമായി കരുതുന്നു. സുധീരനും ഇതിൽ പങ്കുള്ള ആളാണല്ലോ. സുധീരനാണല്ലോ എന്നെ അവിടെ എത്തിച്ചത്. ഏതായാലും ഇനി എത്രയോ വർഷക്കാലം എൻ്റെ ഭാര്യയുടെ അവരിങ്ങനെ ഉച്ചരിച്ചുകൊണ്ട് നടക്കുമല്ലോ എന്ന് സ്വതസിദ്ധമായ നർമ്മത്തിൽ സുധീരൻ സാറിനോട് പറഞ്ഞിരുന്നു.